ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് പത്തനംതിട്ട ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ശ്രീജി ശ്രീധർ. കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടന്നുവരുന്ന വികസിത് ഭാരത് സങ്കല്പയാത്ര പത്തനംതിട്ട ജില്ലയിൽ 33 ഗ്രാമപഞ്ചായത്തുകളിൽ പര്യടനം പൂർത്തിയാക്കി യാത്ര തുടരുന്നു. യാത്ര തുടങ്ങി 17 ദിനം പിന്നിട്ട് ഇന്ന് ഐരൂർ കൊറ്റനാട് ഗ്രാമപഞ്ചായത്തിൽ യാത്രയെത്തി. 26-ന് റാന്നി അങ്ങാടി, റാന്നി എന്നീ ഗ്രാമപഞ്ചായത്തുകളിൽ യാത്രയെത്തും. സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി, ജില്ലാ ലീഡ് ബാങ്ക്, നബാർഡ്, ICAR കൃഷി വിജ്ഞാന കേന്ദ്രം, റബ്ബർ ബോർഡ്, ഫാക്ട്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് ഗ്യാസ് തുടങ്ങിയവയുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഈ പര്യടനത്തിലൂടെ ജനങ്ങളിലേക്ക് നേരിട്ട് എത്തിക്കുന്നതിനും വിവിധ പദ്ധതി ഉപഭോക്താക്കൾക്ക് അവരുടെ ജീവിതം മെച്ചപ്പെട്ടത് എങ്ങനെയെന്ന് വിശദീകരിക്കാനും കർഷകർക്ക് ഡ്രോൺ ഉപയോഗിച്ചുള്ള കൃഷിരീതികൾ പരിചയപ്പെടുത്തുന്നതിനും പരിപാടി സഹായകരമാണ്. ഈ വർഷത്തെ മണ്ഡലകാല തീർത്ഥാടനത്തിന് സമാപനം കുറിച്ച് മണ്ഡല പൂജയ്ക്കായുള്ള ഒരുക്കങ്ങൾ ശബരിമലയിൽ ആരംഭിച്ചു. മണ്ഡലകാലത്തെ പ്രധാന ചടങ്ങായ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന 26-നും മണ്ഡലപൂജ 27-നും നടക്കും. മണ്ഡലപൂജാവേളയിൽ ശബരിമല അയ്യപ്പസ്വാമിക്ക് ചാർത്താനുള്ള തങ്കയങ്കിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര നാളെ രാവിലെ 7-ന് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിക്കും. 26-ന് വൈകിട്ട് ദീപാരാധനയ്ക്ക് മുൻപ് സന്നിധാനത്ത് ഘോഷയാത്ര എത്തിച്ചേരും. ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിൽ എ ബാച്ച് ജേതാക്കളായ ഇടശ്ശേരിമല പള്ളിയോടത്തിന് നൽകിയ മന്നം ട്രോഫി തിരികെ വാങ്ങും. മാത്രമല്ല, പള്ളിയോടത്തിന് 1 വർഷത്തേക്ക് വിലക്കും നേരിടേണ്ടി വരും. ജലോത്സവവുമായി ബന്ധപ്പെട്ട് പള്ളിയോട സേവാ സംഘം നൽകിയ നിർദ്ദേശങ്ങളും ആചാരങ്ങളും ലംഘിച്ച് പുറമേ നിന്നുള്ള തുഴച്ചിൽക്കാരെ ഉപയോഗിച്ച് ജലോത്സവത്തിൽ പങ്കെടുത്തതാണ് ഇടശ്ശേരിമലയ്ക്കെതിരെ നടപടി സ്വീകരിക്കാൻ കാരണം. പള്ളിയോട സേവാ സംഘം പൊതുയോഗത്തിന്റേതാണ് തീരുമാനം. ഈ മാസം 16, 17 തീയതികളിലായി പത്തനംതിട്ട ജില്ലയിൽ നടന്ന നവകേരള സദസ്സിൽ ആകെ ലഭിച്ചത് 23,610 നിവേദനങ്ങൾ. തിരുവല്ല നിയോജക മണ്ഡലത്തിൽ 4,840 നിവേദനങ്ങളും, ആറന്മുളയിൽ 5,558, റാന്നിയിൽ 3,964, കോന്നിയിൽ 4,516, അടൂരിൽ 4,732 പരാതികളും ലഭിച്ചു. നിലയ്ക്കലിൽ പ്രവർത്തിക്കുന്ന ദേവസ്വം ബോർഡിന്റെ സ്വാമി അയ്യപ്പ ഫ്യൂവൽസിന്റെ മേൽനോട്ടക്കാരൻ പണം തട്ടിയതിന് പിടിയിലായി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ജീവനക്കാരനും നിലയ്ക്കൽ സ്വാമി അയ്യപ്പ ഫ്യൂവൽസിന്റെ മേൽനോട്ട ചുമതലയുമുള്ളയാളുമായ തിരുവനന്തപുരം മലയൻകീഴ് സ്വദേശി മൂഴിനട ചിത്തിര വീട്ടിൽ അനൂപ് കൃഷ്ണയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ വർഷം ഏപ്രിൽ 1 മുതൽ ഒക്ടോബർ 19 വരെയുള്ള കാലയളവിലെ പമ്പിലെ ദൈനംദിന വരുമാനമായ 20,69,306 രൂപ ദേവസ്വം ബോർഡിന്റെ അക്കൗണ്ടിൽ അടയ്ക്കാതെ ഇയാൾ തട്ടിയെടുക്കുകയായിരുന്നു. പത്തനംതിട്ട നഗരത്തിൽ ഡെങ്കിപ്പനി വ്യാപകമായി പടരുന്നു. ആനപ്പാറ, ചുട്ടിപ്പാറ, വലഞ്ചുഴി, കണ്ണങ്കര ഭാഗങ്ങളിലാണ് രോഗികൾ കൂടുതലായുള്ളത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ആരോഗ്യവകുപ്പ് പ്രവർത്തകർ പ്രദേശത്ത് ക്യാമ്പ് ചെയ്ത് ശുചീകരണവും ബോധവൽക്കരണവും പ്രതിരോധ പ്രവർത്തനങ്ങളും നടത്തിവരികയാണ്. ആനപ്പാറ, കണ്ണങ്കര ഭാഗങ്ങളിൽ രോഗം കണ്ടെത്തിയവരിൽ ഇതര സംസ്ഥാന തൊഴിലാളികളും ഏറെയാണ്. മാലിന്യങ്ങൾ തുറസായ സ്ഥലങ്ങളിൽ നിക്ഷേപിക്കുന്നത് കൊതുകുകൾ പെരുകുന്നതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അനധികൃതമായി പല വീടുകളിലും ഇതര സംസ്ഥാന തൊഴിലാളികളെ അളവിൽ കൂടുതൽ കുത്തിനിറച്ച് പാർപ്പിക്കുന്നതും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുന്നുണ്ട്. കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെ പല ഭാഗങ്ങളിലും നിറയുന്നുമുണ്ട്. ജില്ലാ വൃത്താന്തം സമാപിച്ചു.